മന്ത്രി വി അബ്ദുറഹിമാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് രാജ്യമെങ്ങും വരുന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു ബില്ലിനെ നോക്കിക്കാണുന്നത്? ഇത് വഖഫ് ബോർഡിനെ ഉൾപ്പെടെ ബാധിക്കും. എങ്ങനെയായിരിക്കും ഈ ബോർഡിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനങ്ങളിൽ? ഈ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ബോർഡിൻ്റെ ഭേദഗതി നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. കാരണം രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബില്ലാണ് എന്നുള്ള കാര്യം നമ്മൾ തുറന്നു പറഞ്ഞതാണ്. അതാണ് നമ്മൾ നിയമസഭയിൽ അവതരിപ്പിച്ച ആ പ്രമേയം. ആ പ്രമേയത്തെയാണ് കേരളത്തിലുള്ള മന്ത്രി പുച്ഛിച്ച് തള്ളിയത്. അപ്പോൾ ഇതിൽ കാണേണ്ടത് എന്താ? BJPയോട് രാജ്യത്തെ ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ രീതിയാണല്ലോ അതിൽ കണ്ടത്. അവരെങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ കാണുന്നുള്ള എന്നതിൻ്റെ ഒരു രീതിയാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരെയും ചേർത്ത് നിർത്തി സബ്കാ വികാസ് എന്നാണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തി പോകേണ്ടതിന് പകരം ഭിന്നിപ്പിച്ച് പോവുക എന്നുള്ളൊരു തന്ത്രമാണ് BJP എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. വഖഫ് സ്വത്തുക്കൾ എന്നുള്ള ആരെങ്കിലും പിടിച്ചെടുത്ത സ്വത്തുക്കളൊന്നുമല്ല, ജനങ്ങൾ ദാനം ചെയ്ത സ്വത്താണ്. അപ്പോൾ അതിന്മേലുള്ള അവകാശവാദം എന്നുള്ളതും അതിന് പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് ഗവൺമെൻറ് തന്നെ കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടൊക്കെ നമുക്ക് ദുഃഖകരമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനവിഭാഗത്തിന് നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ. അപ്പോൾ മുസ്ലിം ലീഗ് ഇതിന് കൂടെ നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് ആലോചിക്കേണ്ട കാര്യം, നിർണായകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസുമായി ചേർന്ന് മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യവും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയാൻ കാരണം അതാണ്. കോൺഗ്രസിൻ്റെ നേതാക്കളും MP-മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു പാർട്ടി എന്നുള്ളതിൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഇറക്കിയോ? കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട AICC ജനറൽ സെക്രട്ടറി, ഈ പാർട്ടിയുടെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അവർ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ഭേദഗതിയോടുകൂടി സംസ്ഥാനത്തെ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമോ? അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ സംസ്ഥാനം? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളായാലും വഖഫ് സംവിധാനമാണെങ്കിലും ഭദ്രമാണ്, സംവിധാനങ്ങൾക്ക് വിധേയമാണ്, കൃത്യമായി കണക്കുകളുടെയും ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് മാറ്റം വന്നാലും കേരളത്തിലെ വഖഫ് ബോർഡിനെ ബാധിക്കാനോ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗങ്ങളെയോ അവരുടെ പള്ളികളെയോ ഖബർസ്ഥാൻ അടക്കമുള്ള ആസ്തി, മദ്രസ അടക്കമുള്ള ഒന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല. അതിന് പൂർണ്ണമായും സംരക്ഷണം കൊടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ കാര്യം പറയാനുള്ളത്. ഈ ഭേദഗതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP സംസ്ഥാനത്ത് വ്യാപകമായി നടന്ന പ്രചാരണം മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ സന്ദർശിച്ച് അത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുനമ്പത്തെ സംബന്ധിച്ച് ഈ വഖഫ് ബില്ലോട് കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? മുനമ്പത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കണം. അവർക്ക് ഭൂമിക്ക് ആവശ്യമായുള്ള രേഖകൾ നൽകണമെന്ന് ആദ്യം പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. ഇപ്പോഴല്ലേ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ പിന്നെ ഏറ്റു പറയാൻ തുടങ്ങിയത്. ഇതിൽ മറ്റൊരു കാര്യം, ഏതെല്ലാം രീതിയിലാണോ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിധിയിൽ നിൽക്കുന്നൊരു കേസാണ്. എല്ലാവർക്കും അറിയാം കോടതിയുടെ പരിധിയിലുള്ള ഒരു കേസിനെ സംബന്ധിച്ച് എത്ര കണ്ട അഭിപ്രായം പറയാൻ കഴിയുമെന്ന്. പക്ഷേ നിയമങ്ങൾക്ക് വിധേയമായി തന്നെ അത് പരിഹരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളത്. ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞാൽ നല്ലതാണ്. ഇന്നലെ IB ഈഡൻ ചോദിച്ചു, അദ്ദേഹം അവിടുത്തെ MP-യാണ്, പാർലമെൻറ്റിൽ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് മുനമ്പത്തെ പ്രശ്നം നിങ്ങൾ തീർക്കാൻ പോകുന്നത്? ആ ചോദ്യം പ്രസക്തമാണ്. അവിടെ BJP കാണുന്ന എന്താ?
മുസ്ലിം ജനവിഭാഗങ്ങളെയും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാൻ, ശത്രുക്കളാക്കി മാറ്റാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം ആണ് അവർ നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങൾ മനസ്സിലാക്കി പോകണം. ഇവിടെ ഒരു കാര്യം സ്പഷ്ടമായി തന്നെ പറയാം, ഈ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലകറ്റാനും പരസ്പരം കലഹിപ്പിക്കാനുമുള്ള ഒരു അടവായി മുനമ്പത്തെ ബഹുജനങ്ങൾ കണ്ടില്ലെങ്കിൽ നാളെ ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് ഈ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് എന്നൊരു കാര്യം പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഭേദഗതിയോടുകൂടി മുനമ്പത്തെ പ്രദേശവാസികൾക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. നിലവിൽ ഹൈക്കോടതിയുടെ പരിധിയിൽ നിൽക്കുന്നൊരു കേസ്, നിയമത്തിൽ ഏത് മാറ്റമാ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഏത് നിയമപ്രകാരം മാറ്റാൻ പോകും? അത് പറഞ്ഞാൽ കൊള്ളാമല്ലോ. പാർലമെന്റിൽ കേന്ദ്രമന്ത്രി തന്നെ പറയുന്നതിൽ അതിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവ്യക്തത അവിടെ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ ഒരു സന്ദർശനം കൂടി വരുന്നതോടെ എങ്ങനെ അത് ഇവിടെ നോക്കൂ, ഇത് ആരെങ്കിലും രേഖയില്ലാതെ കൊടുത്ത ഭൂമിയല്ല, രേഖാമൂലമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് പരിഹരിക്കാൻ ഇത്രയും താമസിച്ചത്. ഇത് ഇന്നലെയും തുടങ്ങിയല്ല. ബഹുമാനപ്പെട്ട PT ചാക്കോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രശ്നം നിയമസഭയിൽ വന്നിട്ടുണ്ടല്ലോ. അന്ന് അതേക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പറവൂർ കോർട്ടിൻ്റെ വിധിയൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇവിടെ മുനമ്പത്തെ ജനങ്ങളെ വഴിയിൽ തള്ളി പോകണമെന്ന് ആർക്കും അഭിപ്രായമില്ല. അവിടെ പാവങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിലൊരു മാറ്റവുമില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു നിയമം വന്നു എന്നുള്ളതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ഇനി കൂടുതൽ പഠിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ നിയമപ്രകാരം അവരെ സംരക്ഷിക്കാൻ കഴിയണം, തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് ചെയ്യും. ഗവൺമെൻറ് ഒരു മടിയില്ല. ഗവൺമെൻറ്റിന് ഇവരെ ശത്രുക്കളല്ല, അവർ കേരളത്തിൻ്റെ ഭാഗമാണ്, കേരളത്തിൻ്റെ സഹോദരങ്ങളാണ്. നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത്? ഇപ്പോൾ 5 ലക്ഷത്തോളം വീടുകൾ ഭവനരഹിതരായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ ഒരുത്തരെയും ഭൂമിയോ വീടോ അവരില്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുകയില്ല. അവരെ സംരക്ഷിക്കുക, അവരെ വീടും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നയം. ആ കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഇത് വെച്ച് രാഷ്ട്രീയമായി വർഗീയമായി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണം എന്നുള്ളതാണ് സംസ്ഥാന വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയായിട്ടുള്ള V. അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഒരു തരത്തിലും ഈ ഭേദഗതി ബില്ല് ബാധിക്കില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.